ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ് തുടരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പ്രസൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞു. പ്രസൻറ്റൻസിനെ 4 ആക്കി തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുക? ഇപ്പോൾ ചെയ്യുന്ന കാര്യം, പതിവായി ചെയ്യുന്ന കാര്യം. അതായത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അറിയാം. ഐ ഗോ ടു ടെമ്പിൾ എവരി മൺഡേ. എല്ലാ മൺഡേയും ഞാൻ അമ്പലത്തിൽ പോകുന്നു. പതിവായി. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. 5 മണിക്ക് ഞാൻ പതിവായി എഴുന്നേൽക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് എങ്ങനെ തിരിച്ചറിയാം? അടിസ്ഥാന രൂപമോ എസ് രൂപമോ പ്രെഡിക്കേറ്റ് പാർട്ടിൽ കണ്ടാൽ, വെർബിന്റെ അടിസ്ഥാന രൂപമോ എസ് രൂപമോ കണ്ടാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. എന്തിനുപയോഗിക്കുന്നു? പതിവായി ചെയ്യുന്ന കാര്യത്തിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. 2 പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്? ഐ ആം ഗിവിങ് ലെക്ചേഴ്സ്, ഐ ആം ഗിവിങ് ക്ലാസ്സസ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെ കാണിക്കണം പ്രസന്റ് കണ്ടിന്യൂസ്. എന്താ അതിൻ്റെ നിയമം? ഈസ്, ആം, ആർ പ്ലസ് ing കണ്ടാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഐ ആം ഗോയിങ് ടു ടെമ്പിൾ. ഐ ഗോ ടു ടെമ്പിൾ എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ ഐ ആം ഗോയിങ് ടു ടെമ്പിൾ. നൗ ഐ ആം ഗോയിങ് ടു ടെമ്പിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈസ്, ആം, ആർ ing കണ്ടാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എന്തിനാ കാണിക്കുക? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. 3 ഇവിടെ എന്താ വരിക? ബേസ് ഫോം ഓർ എസ് ഫോം. ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ എസ് ഫോം ഓഫ് ദ വെർബ്. ഇനി 3 പ്രസന്റ് പെർഫെക്റ്റ്. ഇതെന്തിനാ ഉപയോഗിക്കുക? ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ ഞാൻ തകഴിയുടെ കയർ എന്ന നോവൽ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ കഥ എനിക്കിപ്പോഴും ഓർമ്മ നിൽക്കുന്നു. ഞാൻ ചെമ്മീൻ എന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് പോയി. ഇപ്പോഴും എനിക്ക് ആ അമേരിക്കയിലെ കാഴ്ചകൾ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു എന്നർത്ഥം. ഇനി അതിൻ്റെ നിയമം എന്താ? അതിൻ്റെ പ്രെഡിക്കേറ്റ് ഭാഗത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് PP അല്ലെങ്കിൽ V3. PP എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് എന്നർത്ഥം. V3 ഇതാണ് ഉപയോഗിക്കുന്നത്. 4 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് എന്താ നിയമം? ഇതിനെ ഉപയോഗിക്കുക ദീർഘകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഫോർ ദ ലാസ്റ്റ് 17 years, ഫോർ ദ ലാസ്റ്റ് 20 years ഐ ഹാവ് ബീൻ ഹാൻഡ്ലിങ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. അപ്പം നോക്കൂ, ഇതിൻ്റെ നിയമം എന്താ വരിക? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീന് പ്ലസ് ing. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കിട്ടില്ലേ? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ ഫാക്ടറി ഫോർ ദ ലാസ്റ്റ് 25 years. കഴിഞ്ഞ 20. 4 വയ്ക്കുമ്പോൾ ഫോർ ദ ലാസ്റ്റ് 25 years എന്ന് നമുക്ക് സിൻസ് ഇന്ന കൊല്ലം തൊട്ട് പറയാം. ഫോറും സിൻസും. സിൻസ് കാണിക്കുന്നത് പോയിന്റ് ഓഫ് ടൈമും 4 കാണിക്കുന്നത് പീരീഡ് ഓഫ് ടൈമുമാണ്. അപ്പം 4 പ്രസന്റൻസ് കഴിഞ്ഞു. ഇത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, എപ്പോഴാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിന് പാസീവ് ഫോം ഉണ്ട്, അത് നമുക്ക് ഗ്രാജുവലി പഠിക്കാം. ഈ ടെൻസ് ആദ്യം പഠിച്ചു കഴിയട്ടെ. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് കിടക്കാം. ഇതാ പാസ്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് is also classified into 4 in the same way as we have classified the present tense. Present tense ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ പാസ്റ്റ് ടെൻസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം. 1 സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ നിയമം എന്താ? വെർബിന്റെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് സിമ്പിൾ പാസ്റ്റിന് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് ഐ സോ ഹിം യെസ്റ്റർഡേ. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൃത്യമായ സമയം തന്നിട്ടുണ്ടാവും. ഐ സോ ഹിം യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ സി എന്നുള്ളതിന് പകരം സോ എന്ന് വെച്ചു. SAW സോ കണ്ടു. ഐ
പാസ് ദ എക്സാമിനേഷൻ ഇൻ 1982. ഞാൻ ഇന്ന കൊല്ലം, കൃത്യമായ കൊല്ലം. ഐ വെന്റ് ടു ടെമ്പിൾ യെസ്റ്റർഡേ. അപ്പൊ കൃത്യമായ സമയം കാണിക്കുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താ? കൃത്യമായ സമയം. പാസ്റ്റ് ഫോം ആണ് കാണുക. വെർബിന്റെ പാസ്റ്റ് ഫോം ഓഫ് വെർബ് കണ്ടാൽ സിമ്പിൾ പാസ്റ്റ്. ഇനി രണ്ടാമത്തെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിന് പകരം പാസ്റ്റ് കണ്ടിന്യൂസ്. എന്താ പറയുക? ഈസ് ആം ആറാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ കണ്ടത്. അതിന് പകരം ഈസിന്റെ ആമിന് പകരം വാസ്. ഈസിന്റെ ആമിന് പകരം, അപ്പൊ ഈസിന്റെ ആമിന്റെയും പാസ്റ്റ് ടെൻസ് വാസ്. ആറിന് പകരം വേർ പ്ലസ് ing ഫോം. അപ്പൊ വാസ് ഓർ വേർ പ്ലസ് ing ഫോം ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാ ഉപയോഗിക്കുക? ഇന്നലെ ഈ നേരത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇന്നലെ ഈ നേരത്ത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം. എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിന് 2 ടെൻസ് വരേണ്ടി വരും. എന്നല്ലേ? അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ, ഇതൊക്കെ പാസ്റ്റാണ്, കഴിഞ്ഞതാണ്. അപ്പൊ വെൻ ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ മൈ മദർ വാസ് കുക്കിംഗ്. മനസ്സിലായോ? അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാണെന്ന് നമുക്കറിയാം. വാസ് ഓർ വേർ പ്ലസ് ing ആണ്. പക്ഷെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രമായിട്ട് നമ്മൾ പെട്ടെന്നൊന്നും ഉപയോഗിക്കാറില്ല. അതിന് തൊട്ടടുത്ത് ഒരു സിമ്പിൾ പാസ്റ്റ് കാണും. അതാണ് പറഞ്ഞത്, വെൻ ഐ റീച്ച്ഡ് ദ സ്കൂൾ ദ ഹെഡ് മാസ്റ്റർ വാസ് വാക്കിംഗ് അലോങ് ദ വരാന്ത. ഹെഡ് മാസ്റ്റർ നടക്കുകയായിരുന്നു. ഞാൻ അവിടെ സ്കൂളിലെത്തിയപ്പോൾ. അപ്പോൾ അതുപോലെ വെൻ ഐ റീച്ച്ഡ് ഹോം മൈ സൺ വാസ് സ്ലീപ്പിംഗ്. എൻ്റെ മകൻ ഉറങ്ങുകയായിരുന്നു. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. എന്തിനാ ഉപയോഗിക്കുക? ഇന്നലെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ, മറ്റൊരാൾ ചെയ്തുകൊണ്ടേയിരുന്ന പ്രവൃത്തി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ മകൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് എഴുതാം. പക്ഷെ അത് മാത്രമായിട്ട് ഉപയോഗിക്കാറില്ല. സാധാരണ തൊട്ടടുത്ത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസും കൂടി വരും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പ്രയോഗം കഴിഞ്ഞു. ഇനി 3 പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റും വരാം, പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിന് നിയമം എന്താ? ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ്. അതിന് പകരം ഇവിടെ ഹാസിനും ഹാവിനും പകരം ഹാഡാണ്. അതായത് സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂരൽ. ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഹാഡ് പ്ലസ് V3. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ചെയ്ത് കഴിഞ്ഞ കാര്യം. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ വണ്ടി പോയിട്ടുണ്ടായിരുന്നു. 2 പാസ്റ്റ് ടെൻസുകളിൽ ആദ്യം സംഭവിച്ച കാര്യത്തെ കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. എപ്പോഴാണ്? 2 പാസ്റ്റ് ടെൻസ്. ഞാൻ ഇന്നലെ അവിടെ എത്തി, അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്തായിരുന്നു? ഒരാൾ പ്രവൃത്തി ചെയ്തപ്പോൾ ഒരാൾ തുറന്നുകൊണ്ടേയിരുന്ന കാര്യത്തിന് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ മറ്റൊരാൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ്. ഉദാഹരണമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും വിരുന്നുകാർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാ ആദ്യം ഉണ്ടാവുന്നത്? സിനിമ തുടങ്ങൽ. ഞാൻ പിന്നെ എത്തുന്നു. അപ്പൊ 2 പാസ്റ്റ് ടെൻസിൽ ആദ്യം സംഭവിച്ചത് കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അതിന് നിയമമാണ് ഹാഡ് പ്ലസ് V3. അപ്പൊ 3 പ്രസന്റ് പെർഫെക്റ്റ് വരാം, പാസ്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു. ഇനി 4 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നിയമം എന്താ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പോലെ തന്നെ ഹാസിന് ഹാവിനും പകരം ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing. ഹാസ് ഓർ ഹാഡ് പ്ലസ് ing. ഇത് എന്തിനാ ഉപയോഗിക്കുക? ഇന്ന് കാലം മുതൽ, കഴിഞ്ഞ കാലം 2010 മുതൽ 2020 വരെ ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2010 to 2020. അപ്പോൾ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2010 to 2020 ഇൻ ഷാർജ സ്കൂൾ. അങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ട് പഠിക്കാം.
ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. അപ്പോൾ എന്തിനാ കാണിക്കുക? കഴിഞ്ഞ കാലത്ത് തുടർച്ചയായി ചെയ്ത കാര്യം. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് 2010 മുതൽ 2020 വരെ, 1990 മുതൽ 2025 വരെ ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോട്ട് നൗ. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഇപ്പോഴും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൊണ്ട് കാണിക്കുക. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. വർക്ക് ചെയ്തുകൊണ്ടേ ഏതൊട്ട് 1990 തൊട്ട് 2010 വരെ അങ്ങനെ പറയാം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതാണ് പാസ്റ്റ് ടെൻസുകൾ. അപ്പോൾ പ്രസന്റ് ടെൻസ് 4 എണ്ണം, പാസ്റ്റ് ടെൻസ് 4 എണ്ണം. ഒന്നുകൂടി പറയാം. സിമ്പിൾ പാസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു? കൃത്യമായ സമയം. ഐ വെന്റ് ടു ടെമ്പിൾ യെസ്റ്റർഡേ. ഐ വെന്റ് ടു ദുബായ് ഇൻ 1970. രണ്ടാമത്തെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്തിനാ ഉപയോഗിക്കുക? പാസ്റ്റ് ടെൻസിൽ 2 പ്രവൃത്തി ചെയ്തപ്പോൾ, ഒരാളൊരു പ്രവൃത്തി ചെയ്തപ്പോൾ മറ്റൊരാൾ തുടർന്നുകൊണ്ടേയിരുന്ന പ്രവൃത്തി. എങ്ങനെയാ പറയുക? ഞാൻ പുസ്തകം വായിക്കുമ്പോൾ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ഞാൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ അമ്മ ചായ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ 2 പ്രവൃത്തി ഉണ്ട്. അതിൽ ഒരാളൊരു പ്രവൃത്തി ചെയ്തപ്പോൾ മറ്റൊരാൾ തുടർന്നുകൊണ്ടേയിരുന്ന കാര്യം. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ, പാട്ടുപാടിയപ്പോൾ മകൻ ഉറങ്ങുകയായിരുന്നു. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. എപ്പോഴും ഉപയോഗിക്കുക? 2 പ്രവൃത്തിയിലെ ഒരാളൊരു പ്രവൃത്തി ചെയ്തപ്പോൾ മറ്റൊരാൾ തുടർന്നുകൊണ്ടേയിരുന്ന പ്രവൃത്തി. മറക്കരുത്. പാസ്റ്റ് പെർഫെക്റ്റോ 2 പ്രവൃത്തി, 2 പാസ്റ്റ് ടെൻസിൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ തിയേറ്ററിലെത്തിയപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാ ആദ്യം ഉണ്ടാവണേ? സിനിമ തുടങ്ങലാണ് ആദ്യം. ഞാൻ പിന്നെയാണ് എത്തുന്നത്. വെൻ ഐ റീച്ച്ഡ് ദ തിയേറ്റർ ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. കേട്ടില്ലേ? അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തിനാ ഉപയോഗിക്കുക? കഴിഞ്ഞ കാലത്ത് ഒരു നിശ്ചിത കാലം മുതൽ നിശ്ചയകാലം വരെ തുടർന്നുകൊണ്ടേയിരുന്ന കാര്യം ഇപ്പോഴില്ല. ഉദാഹരണം, ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 1990 to 2010. അങ്ങനെ പറയണം. ഇന്ന് സ്കൂളിൽ, ഇന്ന് കോളേജിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് 4 ടെൻസ്. അപ്പോൾ 4 4 8 ടെൻസായി. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ടെൽ യു സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ ടെൻസ്. ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. എല്ലാവരും ഇത് ഒന്ന് എഴുതി പഠിക്കുക, ഈ നിയമങ്ങൾ പഠിക്കുക. ഇനി ഞാൻ ഒരു 4 വാചകം എഴുതി തരാം സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് ആയിട്ട്. ഇതാ എഴുതി തരാം. സിമ്പിൾ പാസ്റ്റ് വരണം, പാസ്റ്റ് കണ്ടിന്യൂസിൽ. I saw the cinema. I saw the cinema. C-I-N-E-M, cinema, yesterday. Present continuous. So, in past continuous, I was seeing the cinema. Past verb, I had seen the cinema. ഒന്ന് വരയ്ക്കാം. Saw the cinema, had seen the cinema. പേരൻ്റെ ഭാഷ തീർന്നുണ്ട്. നോക്കട്ടെ. അടുത്തത് I had been seeing the cinema. Had a plus been plus ing. Had a plus been plus ing form. Seeing, S-E-E-I-N. ഇതാണ് പാസ്റ്റ് ടെൻസിലെ 4 ടെൻസ്. അപ്പോൾ പ്രസന്റ് ടെൻസും കഴിഞ്ഞു, പാസ്റ്റ് ടെൻസും കഴിഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലായിരിക്കുന്നു കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് എഴുതി പഠിക്കണം. അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതി പഠിക്കണം. എന്നിട്ട് ഈ വാചകം എഴുതണം. എന്നിട്ട് യു ട്രൈ ടു റൈറ്റ് അനദർ സെൻറ്റൻസ്. ഐ സോ ദ സിനിമ എന്നതിന് പകരം നമ്മൾ ഐ റോട്ട് ദ നോവൽ, ഐ വാസ് റൈറ്റിംഗ് ദ നോവൽ, ഐ ഹാഡ് റിട്ടൺ ദ നോവൽ, ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ദ നോവൽ, അങ്ങനെ എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഐ സാറ്റ്, ഐ ആം സിറ്റിംഗ്, ഐ ഹാഡ് സാറ്റ്, ഐ ഹാഡ് ബീൻ സിറ്റിംഗ്, അങ്ങനെ എഴുതി പഠിച്ചൂടെ? അങ്ങനെ 4 ഉദാഹരണങ്ങൾ എഴുതി കൊണ്ടുവരിക. വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. കേട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലാസ് ശ്രദ്ധിച്ചവർക്കെല്ലാം എൻ്റെ നന്ദി. മാത്രമല്ല നിങ്ങൾ ഈ ക്ലാസ്സുകളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
പഠിക്കും വേണം, നല്ലപോലെ പഠിക്കുക. എല്ലാ ക്ലാസ്സും ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഓരോരോ ക്ലാസ്സുകൾ ഞാൻ തരുന്നുണ്ട്. നിങ്ങളിത് വേണ്ട പോലെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിന് വേറെ പൈസ ചിലവൊന്നുമില്ല. ഇത് ശ്രദ്ധിക്കുക, എഴുതി പഠിക്കുക, കുറച്ച് ഗ്രാമറിൽ എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടാക്കുക. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാചകങ്ങൾ എഴുതാൻ ഒരു പണിയുമില്ല. സംസാരിക്കാനേ ബുദ്ധിമുട്ട് വരും. സംസാരിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും എഴുതി പഠിച്ച് കുറച്ചുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് കൂടെ ക്ലാസ്സിൽ കൂടിക്ക് നീങ്ങാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.